പനിച്ചു വിറച്ച് കേരളം, പ്രതിരോധം പാളി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും മറ്റ് മഴക്കാല രോഗങ്ങളും വ്യാപകമാകുന്നു. ഓരോ ദിവസവും നിരവധി ആളുകളാണ് പനിയുമായി ആശുപത്രികളിൽ ചികിത്സ തേടുന്നത്. കഴിഞ്ഞയാഴ്ച സംസ്ഥാനത്ത് പനി ബാധിച്ച് നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഡെങ്കിപ്പനിയും എലിപ്പനിയും മലമ്പനിയും കൂടാതെ വെസ്റ്റ് നൈൽ, H1N1 എന്നീ പകർച്ചവ്യാധികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഡെങ്കി കേസുകൾ ഉയരാനാണ് സാധ്യത. അതേസമയം പകർച്ചവ്യാധികൾ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതിൽ സർക്കാരിനെതിരെയും വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. പനി ബാധിതർ കൂടിയിട്ടും പ്രതിരോധം എങ്ങനെ വേണമെന്നറിയാതെ കുഴങ്ങുകയാണ് അധികൃതർ. സർക്കാർ ആശുപത്രികളിലടക്കം പ്രതിദിനം 100 കണക്കിന് രോഗികൾ കൂടിയിട്ടും കാട്ടിക്കൂട്ടൽ മാത്രമാണ് പ്രതിരോധ പ്രവർത്തനം. മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടതാണ് ഡെങ്കിപ്പനിയും എലിപ്പനിയും കൂടാൻ മുഖ്യ കാരണം. ശരീരത്തിൽ മുറിവുള്ളവർ എലിമൂത്രം കലരാൻ ഇടയുള്ളിടത്ത് ജോലി ചെയ്യരുതെന്ന് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെങ്കിലും ജലജന്യ രോഗങ്ങൾ പടരുന്നത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഫലപ്രദമായ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെന്ന് വിമർശനമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഡോക്സിസൈക്ലിൻ ഗുളികകൾ വിതരണം ചെയ്യണമെന്ന നിർദ്ദേശവും പൂർണ്ണമായും നടപ്പായി. കൊതുക് നിർമ്മാർജ്ജനം, ഡ്രൈ ഡേ ആചരണം എന്നിവയും കാര്യക്ഷമമായില്ല. പകർച്ചപ്പനി ഹോട്ട്സ്പോട്ടുകൾ 1 വർഷം മുൻപ് കണ്ടെത്തിയിട്ടും മുൻകരുതലെടുത്തില്ലെന്ന വിമർശനവും ശക്തമാണ്. തങ്ങൾ നിർദ്ദേശിച്ച ഇടങ്ങളിൽ നിർബന്ധമായും ചെയ്യേണ്ടിയിരുന്ന മഴക്കാലപൂർവ്വ ശുചീകരണം, ഫോഗിംഗ്, സ്പ്രേയിംഗ് തുടങ്ങിയവ എത്രത്തോളം മികച്ച രീതിയിൽ നടത്താനായെന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പകർച്ചപ്പനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വയം ചികിത്സ അരുതെന്നും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു.